ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം ATH കേരള വിഷൻ ന്യൂസ്. ഓക്കെ, ഇന്ന് കേരള വിഷനൊപ്പം ചേരുന്നത് കുറച്ച് കുട്ടി പോലീസുകാരാണ്. ഇവിടുത്തെ SPC കേഡറ്റുകളാണ്. ഇത്രയും ദിവസം ഈ കലോത്സവത്തിന് മുഴുവൻ ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകളാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം വിമല ഹൃദയ GHS സ്കൂളിൽ നിന്നാണ്. എല്ലാവരും ഇവിടെ? ഇല്ല, ഞങ്ങൾ കുറച്ച് പേര് 17 പേരെ കണ്ട് ഡ്യൂട്ടിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഇത്രയും ദിവസം, ഇന്ന് അവസാനിക്കുകയാണല്ലോ, എങ്ങനെയായിരുന്നു ഇത്രയും ദിവസത്തെ ഒരു അനുഭവം? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു കലോത്സവത്തിന്റെ ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്നത്. അപ്പം മറക്കാനാവാത്തൊരു നല്ല ദിവസങ്ങളാണ് ഇത്രയും ദിവസം വന്നത്. നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഇതുണ്ടോ, ഹയറാർക്കി ഉണ്ടോ പോലീസിന്റെ പോലെ തന്നെ? അതോ എല്ലാവരും ഒരേ റാങ്ക് അങ്ങനെയാണോ? എല്ലാവരും ഒരേപോലെയാണ്, ഒരേ റാങ്കിൽ കാണാം. ഓക്കെ, ഇവിടെ നമ്മുടെ കേരള പോലീസുമായിട്ട് കൂടി ചേർന്നിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് അവരിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി? എന്താ അവരുടെ കൂടെ നിന്നിട്ട് എന്ത് തോന്നി? അവരുടെ കൂടെയൊക്കെ നല്ല അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരേപോലെ അല്ലേ, അപ്പൊ ഞങ്ങൾക്കും അതേപോലൊക്കെ ആവാൻ നല്ല ആഗ്രഹമൊക്കെ കാണത്തില്ലേ? അപ്പൊ നല്ലതല്ലേ അങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്നത്. എല്ലാരും ഗേൾസ് ആണോ? എല്ലാവരും ഞങ്ങൾ ഗേൾസ് സ്കൂളിൽ നിന്നാണ്. മറ്റു സ്കൂളുകളിലെ കുട്ടികളുണ്ട്? ഉണ്ട്, വേറെ അവരും ഗേൾസ്? അതല്ല, മിക്സ്, ഓരോ സ്കൂളിൽ നിന്നുള്ള കേഡറ്റ്സ് അല്ലേ. ഓക്കെ, ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് എന്തായാലും ലേഡി കുട്ടി പോലീസ്, ഗേൾസ് കുട്ടി പോലീസ് ആണ്. എന്തായാലും നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ദിവസം? ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ആശ്രമത്ത് ഡ്യൂട്ടി. ഇത്ര ദിവസം സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയിരുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്നവരെ എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ എല്ലാത്തിനും വില്ലിങ് ആണ്. രാവിലെ തന്നെ ഇൻസ്ട്രക്ഷൻ തരുമോ? രാവിലെ ഇപ്പൊ ഞങ്ങൾക്ക് തന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ആളുകളെ നിയന്ത്രിക്കുക അങ്ങനെയൊക്കെയാണോ? തീർച്ചയായും ഡിസിപ്ലിൻ പാലിക്കുക എന്നതാണ്. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസ് സാറന്മാരുടെ അടുത്തും മിസ്സുമാരുടെ അടുത്തും നമ്മൾ അവരെ പറയണം, പിന്നെ അറിയിക്കണം. നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് മാറാനുള്ള ഇതുണ്ട്. അങ്ങനെ സാറന്മാർ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ സ്കൂളിലെ SPCയുടെ പ്രവർത്തനങ്ങളൊക്കെ? സ്കൂളിലെ SPCയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം നല്ലതാണ്. എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ സ്കൂളിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം ഡിസിപ്ലിൻ പാലിച്ചിട്ട് ബാക്കിയുള്ളവരെ എല്ലാം നിയന്ത്രിക്കുക, അതൊക്കെ മെയിനായിട്ട് ചെയ്യുന്നു. ഇവിടെ പോലീസ് ആകണമെന്ന് ഈ SPCയിൽ വന്നതിന് ശേഷം പോലീസ് ആകണമെന്ന് ആഗ്രഹം വന്ന ആരെങ്കിലും ഉണ്ടോ? അതെ, ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൂടുതൽ ഇതിലായതിനു ശേഷം കൂടുതൽ അങ്ങോട്ട് പോലീസ് ആവാനൊന്ന് ആഗ്രഹം കൂടി തുടങ്ങി. ഇവിടെ ലേഡി ഓഫീസേഴ്സിനെയൊക്കെ കണ്ടല്ലോ, അവര് പ്രവർത്തിക്കുന്നൊക്കെ കണ്ടല്ലോ, എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാണ്. അപ്പൊ ശരി, ഇതാണ് നമ്മുടെ അവരുടെ പവലിയനൊക്കെ ഇവിടെ തന്നെയുണ്ട്. കേരള പോലീസിനോടൊപ്പം തന്നെയാണ് അവരുടെ പവലിയൻ ഉള്ളത്. എന്തായാലും ഇവര് ഇത്രയും ദിവസം ഇവിടെ നിന്ന് ഈ ആളുകളെ നിയന്ത്രിക്കുന്നതും അവരുടെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്നതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഈ മത്സരാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും ഒക്കെ തന്നെ ഇവര് ഒരു കൂട്ടമാണ്. ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ എന്തായാലും കൊടുക്കണം. ഈ കുട്ടികളാണ് അത് വളരെയധികം അവരുടെ നിൽപ്പിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തായാലും ഒപ്പം തന്നെ ഇവിടെ പോലീസ് വിഭാഗത്തിന്റെ ഒരു സ്റ്റോളൊക്കെ ഉണ്ട്, അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ ചെറിയ ലഘുഭക്ഷണങ്ങളും വെള്ളവും അങ്ങനെയൊക്കെയുണ്ട്. എന്തായാലും കലോത്സവ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഈ കലോത്സവ വേദിയിൽ നിന്ന് തന്നെ ഇവിടെ 1ാം വേദിയിൽ ആശ്രമം മൈതാനത്താണുള്ളത്. ഇവിടെ നിന്ന് വീണ്ടും കലോത്സവ വിശേഷങ്ങളുമായിട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും.